60,000-ലധികം വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷം നേടിക്കൊടുത്ത കെ ശൈലജ വിജയിച്ച മണ്ണാണ് മട്ടന്നൂർ മണ്ഡലം. അവിടെ ഇത്തവണ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. KPCC ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തുലങ്കേരിയാണ് മട്ടന്നൂരിലെ UDFന്റെ സ്ഥാനാർത്ഥി. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴിയാണ് NDAക്ക് വേണ്ടി ഇത്തവണ മട്ടന്നൂർ മണ്ഡലത്തിൽ കളത്തിലിറങ്ങുന്നത്. സ്ഥാനാർത്ഥിക്കൊപ്പത്തിൽ ഇന്ന് മട്ടന്നൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം, അവരുടെ വിശേഷങ്ങൾ പറയാം. മട്ടന്നൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി കൂടിയായ വി.കെ. സനോജാണ് ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം നമ്മുടെ മുൻ ചേരുന്നത്. സനോജ, തെരഞ്ഞെടുപ്പൊപ്പം അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. പുതിയ പര്യടനം എങ്ങനെയുണ്ട് പൾസ്? അവസാന ഘട്ടത്തിൽ കടക്കുകയാണ്. വർഷക്കാലം എല്ലാ ജനങ്ങൾക്കും ഒട്ടറിയാൻ കഴിയുന്ന നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം ആരെയെങ്കിലും എന്തെങ്കിലും തരത്തിൽ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ആളുകൾക്ക് ആശുപത്രിയിൽ പോകുന്ന ആളുകൾ ആശുപത്രി വികസനം അറിയാം. റോഡിൽ കൂടി സഞ്ചരിക്കുന്ന ആളുകൾക്ക് റോഡിന്റെ വികസനം സംബന്ധിച്ച് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. സ്കൂളിൽ പോകുന്ന ആളുകൾക്ക് സ്കൂളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ സംബന്ധിച്ച് അവർക്ക് കാണാൻ വേണ്ടി കഴിയും. ഇങ്ങനെ തൊട്ടറിയാനും അറിയാനും അറിയാൻ കഴിയുന്ന വമ്പൻ മാറ്റങ്ങളാണ് കഴിഞ്ഞ 10 വർഷങ്ങളിൽ കേരളത്തിലുണ്ടായത്. ആ മാറ്റത്തിന്റെ പ്രതിഫലനം, ആ മാറ്റത്തിന്റെ തുടർച്ച ആഗ്രഹിക്കുന്നതാണ് ഈ വാർത്തകളുടെ ആവേശകരമായ ശ്രമങ്ങളെല്ലാം കാണുന്നത് മനസ്സിലാവുന്നത്. അതീതമായി എല്ലാ വിഭാഗം ആളുകളും പ്രതിപക്ഷം വരട്ടെ എന്ന് മാനസികാവസ്ഥയിൽ പ്രതിപക്ഷത്തിന് വിരുദ്ധമായ വികാരമാണ് രൂപീകരിക്കുന്നത്. ഭരണപക്ഷത്തിന് അനുകൂലമായ വികാരം. സാധാരണ നിലയിൽ കേരളത്തിലെ ചരിത്രം 5 വർഷം കൂടുമ്പോൾ ഭരണവിരുദ്ധ വികാരം രൂപപ്പെടുകയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഭരണമാറ്റം സംഭവിക്കുകയും ചെയ്തു എന്നാണ് 2021 വരെ കാണുന്നത്. 16 പറയുകയും 2023 ആ ചരിത്രം മാറുകയാണ്. 10 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും ഭരണത്തിന് അനുകൂലമായ വികാരം ശക്തിപ്പെടുകയാണ്. പ്രതിപക്ഷത്തിന്റെ വിരുദ്ധമായ വികാരം എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രധാന പാർട്ടി കോൺഗ്രസ്, അത് നയിക്കുന്ന കോൺഗ്രസ് ജനങ്ങൾക്ക് നൽകിയ വാക്കുകൾ അവസാനത്തെ ഉദാഹരണമാണ് വയനാട്ടിൽ ദുരന്തം. വയനാട്ടിൽ ദുരന്തബാധിത ആളുകൾക്ക് വീട് കൊടുക്കാം എന്ന് പറഞ്ഞത് വലിയ വെട്ടിപ്പാണ് കോൺഗ്രസ് നടത്തിയത്. ഈ വെട്ടിപ്പിന്, ഈ വെട്ടിക്കൊണ്ടക്ക് ജനങ്ങൾ മറുപടി നൽകാൻ തർക്കമില്ല. 330 വീടാണ് അവർ നിർമ്മിക്കുന്നത്. രാഹുൽ ഗാന്ധി 100ഉം, കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് 100ഉം, KPCC 100ഉം, യൂത്ത് കോൺഗ്രസ് 30 പറഞ്ഞത്. എല്ലാം കൂടി ചേർന്ന് 330 വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു വീട് പോലും അവിടെ നിർമ്മിച്ചിട്ടില്ല. 2011 പ്രളയം നടന്ന സമയത്ത് 1000 വീട് നിർമ്മിക്കും എന്ന് പറഞ്ഞു. 1000 വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ട് 1000 വീട്, അര വീട് പോലും അത് നിർമ്മിച്ചിട്ടില്ല. നേരത്തെ VD സതീശൻ പറവൂരിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു, പുനർജനി പദ്ധതി. ആ പുനർജനി പദ്ധതിക്ക് വേണ്ടി എല്ലായിടത്തും പണം പിരിച്ചു. വീടും പുനർജനിയുടെ ഭാഗമായിട്ടാണ് ഉയർന്നിട്ടില്ല. അവിടെ പുനർജനിക്ക് വേണ്ടി അവിടെയുള്ള സാധാരണ ജനങ്ങൾ കൊടുത്ത സ്ഥലത്ത് സതീശൻ നേരത്തെ കല്ലിട്ട് വലിയ നാടകം കളിച്ച് ആ കല്ല് തപ്പിപ്പോയപ്പോ ആ കല്ലിന്മേൽ പുല്ല് പടർന്നതല്ലാതെ ആ കല്ലിന്മേൽ കല്ല് 10 വർഷമായിട്ട് പുനർജനിയുടെ തട്ടിപ്പ്, പ്രളയത്തിൽ തട്ടിപ്പ്, വയനാടിന്റെ നടത്തിയിട്ട് തട്ടിപ്പ്. വയനാട്ടിൽ തട്ടിപ്പ് വെച്ചാൽ പരസ്പര വിരുദ്ധമായ നിരവധി പ്രസ്താവനകളാണ് കാണുന്നത്. അപ്പൊ അതെല്ലാം കടുത്ത തിരിച്ചടിയും കടുത്ത എതിർപ്പും ജനങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. ജനങ്ങളാകെ ഈ കോൺഗ്രസിന്റെ വെറുപ്പ് നമുക്ക് കാണാം. എന്തൊക്കെയായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ഇനി വികസനം എന്ന രീതിയിൽ മട്ടന്നൂരിലേക്ക് കൊണ്ടുവരുന്നത്? മട്ടന്നൂരിലെ വികസനം എന്ന് പറയുമ്പോൾ വിമാനത്താവളം യാഥാർത്ഥ്യമായിട്ട്, ആ വിമാനത്താവളം യാഥാർത്ഥ്യമായതുകൊണ്ട് അതിനനുബന്ധമായി ധാരാളം കാര്യങ്ങൾ നമുക്ക് വികസിപ്പിക്കാൻ വേണ്ടി കഴിയും. അവർ പ്രധാനമായിട്ടും
ഇൻഫ്രാ വ്യവസായ പാർക്കിന് ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഭൂമി ഏറ്റെടുത്ത് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അവിടെ ധാരാളം സംരംഭങ്ങൾ വ്യവസായികൾ നടത്തി അത് ആ കാര്യങ്ങൾ വരുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ നമ്മുടെ അന്താരാഷ്ട്ര യോഗ സെന്റർ തില്ലങ്കേരിയിൽ മച്ചൂർമലയിൽ ആരംഭിക്കാം. അത് യാഥാർത്ഥ്യമായ ധാരാളം വിദേശികൾ ഉൾപ്പെടെ ഇങ്ങോട്ട് വരും. ഗവേഷണത്തിന്റെ പഠനത്തിലേക്ക് ടൂറിസം മേഖല ഇവിടെ എല്ലാം നമുക്ക് ടൂറിസം ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രവർത്തിയെടുക്കാൻ വേണ്ടി കഴിയും. അതുകൂടാതെ ആയുർവേദ പഠന ഗവേഷണ പള്ളിയിലുണ്ട്. ആ പള്ളിയിൽ ആയുർവേദ പഠന ഗവേഷണ അതും ടൂറിസമായി കണക്ട് ചെയ്യാൻ പറ്റും. യോഗ കേന്ദ്രമായി കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ധാരാളം പുതിയ സംരംഭങ്ങൾ ഈ വിമാനത്താവളത്തിൽ മുഹമ്മദ് ഐ.ടി. പാർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം വികസനം നടത്താൻ പറ്റും. ഇങ്ങനെ പല വിധത്തിലുള്ള എല്ലാം മണ്ണൊരുങ്ങുകയാണ് ഈ മണ്ഡലത്തിൽ. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ നമുക്ക് വിവിധ വിഭാഗം ആളുകളുമായി ചർച്ച ചെയ്ത് ഈ ഗ്രൂപ്പിൽ നടത്തുന്ന കുറെ പദ്ധതികൾ അതെല്ലാം നല്ലതിന് മുന്നോട്ട് നയിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യം തന്നെ സതീശന്റെ യാത്ര അവസാനിപ്പിക്കുമ്പോഴേക്കും പക്ഷേ എങ്ങനെയാണ് പദ്ധതി വന്നത് കേരളം കണ്ടു. നേരെ കുറിച്ച് അടുത്ത പക്ഷമാണെങ്കിൽ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും സ്ഥാനാർത്ഥിയുടെ പര്യടനം ആരംഭിക്കുന്ന സാഹചര്യത്തിലേക്ക് അതേറെ ഗുണം ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയം വളരെ എളുപ്പത്തിൽ നടത്താൻ വേണ്ടി കഴിയുന്ന കാര്യമാണ്. ഇടതുപക്ഷം എല്ലാം ഒരു രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് കാണുന്നത്. ഗവൺമെന്റിന് ബദലായിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന വികസന മാതൃകൾക്ക് ബദലായിട്ട് ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദലായിട്ട് ശക്തമായ വികസന പദമാണ് കേരളം ചെയ്യുന്നത്. ഈ ബദൽ നിലനിർത്തുക, ഈ ബദൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, എന്നതൊരു വിപ്ലവ പ്രവർത്തനമാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ ഭാഗമാവുക എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് യാതൊരു സ്ഥാനാർത്ഥിയോ കക്ഷിയോ അല്ലെങ്കിൽ അങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ മുന്നിൽ യാതൊരു പ്രസക്തിയുമില്ല. ഇതെല്ലാം വളരെ എളുപ്പത്തിൽ നിർണ്ണയിച്ച് പോകാൻ വേണ്ടി ഇവിടെ അവസാനത്തെ ഒരു ചോദ്യം എന്ന രീതിയിൽ തുടർഭരണം ഉണ്ടാകും. എന്താണ് അതിൻ്റെ തുടർഭരണത്തിന്റെ കാര്യത്തിൽ സംശയമില്ല. തുടർഭരണത്തിന് അനുകൂലമായ കാറ്റാണ് കേരളത്തിലാകെ ആഗ്രഹിച്ചത്. എല്ലാ മണ്ഡലത്തിലും ഭൂരിപക്ഷത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കും. ഉണ്ടാവും. തുടർഭരണം വേണമെന്ന് ഇടപെടുന്നതിന് ഭാഗമായി ആളുകൾ മാത്രമാക്കുന്നില്ല, കേരളത്തെ സ്നേഹിക്കുന്ന ആളുകൾ ആഗ്രഹമാണ്. ഈ അവസരത്തിൽ കണ്ടു കണ്ടിട്ടുള്ള ആളുകളെല്ലാം എല്ലാ കാര്യങ്ങളും പറഞ്ഞു നടപ്പാക്കിയിട്ടുള്ള അനുഭവം 10 വർഷത്തിലുണ്ട്. പറഞ്ഞ വാക്ക് പാലിക്കുന്നവർക്കായിരിക്കും കാരണം കൊടുക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളം പ്രബുദ്ധമാണ് എന്ന് തെളിയിക്കുന്നവർക്കായിരിക്കും. എന്നാൽ എല്ലാ വിജയാശംസകളും നേരുകയാണ് ചെയ്യുന്നത്. UDF സ്ഥാനാർത്ഥി ചന്ദ്രൻ തില്ലങ്കേരിയാണ് ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പത്തിൽ അതിഥിയായിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ചന്ദ്രാട്ട, പൊതുപര്യടനത്തിന് ഇനി മണിക്കൂറുകൾ കൂടിയാണ് ബാക്കിയുള്ളത്. എങ്ങനെയുണ്ട് ഒരു പൾസ് മട്ടന്നൂരിന്റെ? മട്ടന്നൂർ ഞാൻ ആദ്യം തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു മട്ടന്നൂർ UDF പിടിക്കും എന്ന്. അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. വളരെ ആവേശകരമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുള്ളത്. തീർച്ചയായും മട്ടന്നൂർ മണ്ഡലം UDFന്റെ കൈകളിലേക്ക് എത്തും. സാധാരണ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഘടകകക്ഷികൾക്കായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നത്. ഇത്തവണ നമ്മളത് കോൺഗ്രസ് തിരിച്ചു പിടിച്ച് കോൺഗ്രസ് ആണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൈപ്പത്തി ചിഹ്നം അടക്കമുള്ള കാര്യങ്ങൾ ഏറെ ഗുണം ചെയ്യുന്നുള്ള ഒരു കാര്യത്തിലാണ്. ഏറെ ഗുണം ചെയ്യും. ചിഹ്നം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ആളെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് നമ്മുടെ പോസിറ്റീവ്. മുൻകാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആരാണെന്ന് പരിചയപ്പെടുത്തി അപ്പോഴേക്ക് ഇലക്ഷൻ കഴിഞ്ഞു. പണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയും ചിഹ്നവും പരിചയപ്പെടുത്തി ആളുകളിലേക്ക് എത്തുമ്പോഴേക്ക് ഇലക്ഷൻ കഴിഞ്ഞു പോകും. അപ്പം അങ്ങനെയായിരുന്നു നമുക്ക് ചെറിയ പോരായ്മകൾ മട്ടന്നൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. UDFന് നല്ല ശക്തമായ അടിത്തറയുള്ള സംഘടനാ സംവിധാനമുള്ള ഒരു നിയോജകമണ്ഡലമാണ് മട്ടന്നൂർ. അത് നമുക്ക് 4-ാം തീയതി കാണിക്കും. ഏകദേശം എത്രത്തോളം നമുക്കൊരു ഭൂരിപക്ഷം ഈ മണ്ഡലത്തെ പ്രതീക്ഷിക്കും? കാരണം അതിപ്പോഴും പറയാൻ കഴിയില്ല.
ജയിക്കുമെന്ന് ഇപ്പൊ പറയാം. ഉറപ്പായും ചെയ്യും. ഉറപ്പായും ചെയ്യും. ഇടതുപക്ഷം പറയുന്നത് മൂന്നാം തുടർഭരണം എന്നാണ് അവർ പറയുന്നത്. എന്തായിരിക്കും അവരുടെ? അല്ല, ഇടതുപക്ഷം ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ അവരാണ് ജയിക്കുക. ആരെങ്കിലും തോക്കുന്നു പറയും. അവർക്ക് വേറെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഇടതുപക്ഷം നടത്തുന്നത്. അവരുടെ പാർട്ടിയിൽ നിന്ന്, മുന്നണിയിൽ നിന്ന് ഒരുപാട് ആളുകൾ അറിയപ്പെടുന്ന ലീഡർഷിപ്പിലുള്ള, സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ലീഡർഷിപ്പിലുള്ള ഒരുപാട് ആളുകൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ അവരുടെ അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞു കൊഴിഞ്ഞുപോക്കിനെ കുറിച്ച് അന്വേഷിക്കുന്നു. അവർ ആ അന്വേഷണത്തിലാണ്. എങ്ങനെയാണ് ഇത് കൊഴിഞ്ഞു പോകുന്നതെന്നുള്ളത് അവർക്കും പിടുത്തം കിട്ടുന്നില്ല. ഒരുപാട് നേതാക്കന്മാർ മാത്രമല്ല, പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കും ഈ പിണറായി വിജയന്റെയും ഗോവിന്ദൻ മാഷുടെയും ഒക്കെ കുടുംബാധിപത്യവും മറ്റും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും കമ്മ്യൂണിസത്തിൽ നിന്നുള്ള വ്യതിചലനവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. മട്ടന്നൂർ മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് നേരം ജയിക്കുകയാണെങ്കിൽ UDFന്റെ സീറ്റ് കിട്ടുക. തീർച്ചയായും നമ്മൾ വികസന പദ്ധതികൾ എന്ന രീതിയിൽ എന്തൊക്കെയാണ്? വികസന പദ്ധതികൾ ഇടതുപക്ഷം പൂർത്തിയാക്കാതെ ഇട്ടിട്ടുള്ള ഒരുപാട് പദ്ധതികൾ, ആളുകളെ പറ്റിച്ച് ഉദ്ഘാടനം നടത്തിപ്പോയ വിവിധ പദ്ധതികളുണ്ട്. വിമാനത്താവളത്തിന്റെ പദ്ധതി, ഇൻഫ്രാ പദ്ധതി, അതുപോലെ തന്നെ പടിയൂരിലുള്ള ആയുർവേദ പദ്ധതി, റോഡുകൾ. നിങ്ങളൊന്ന് മണ്ഡലത്തിൽ ചുറ്റി സഞ്ചരിച്ചാൽ 4 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത റോഡുകൾ പോലും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. റവന്യൂ ടവർ, അതുപോലെ തന്നെ ആശുപത്രി, മട്ടന്നൂരിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉണ്ട് എന്ന് പറഞ്ഞ് കൊല്ലങ്ങൾ പറയും, 10 വർഷമാണ്. ഇതുപോലുള്ള ഒരുപാട് പ്രതിസന്ധികൾ, അതിനാണ് ആദ്യം പരിഹാരം കാണുക. പിന്നീടുള്ള പരിഹാരം UDF പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യും. മട്ടന്നൂരിന് പൊതുവായി നമുക്ക് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് അനന്ത സാധ്യതകളാണ്. പുതിയ തലമുറയ്ക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജീവിച്ച് ജോലി ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. അന്ധമായ രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട്. ഒന്ന്, നിലവിലുള്ള MLA കാണണമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ എവിടെയാണ് പോകേണ്ടത്? പാർട്ടി ഓഫീസിലേക്കാണ്. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലാണ് MLAയുടെ ഓഫീസ്. അതുകൊണ്ട് തന്നെ സാധാരണ ജനത്തിന് MLA ബന്ധപ്പെടാനുള്ള ഒരു അവസരം കൂടി ഉണ്ടായിട്ടില്ല. CPMന്റെ പ്രവർത്തകർക്ക് പോലും ബന്ധപ്പെടാൻ അവസരം ഉണ്ടായിട്ടില്ല. നമ്മുടെ ജനപ്രതിനിധികൾക്ക് ജനകീയമാക്കി ആർക്കും ബന്ധപ്പെടാൻ കഴിയുന്ന സംവിധാനത്തിലൂടെ ആയിരിക്കും UDFന്റെ പ്രവർത്തനം മുന്നോട്ട്. അതുപോലെ തന്നെ മട്ടന്നൂർ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഇത്രയും കാലങ്ങളായി. തീർച്ചയായും ഞങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുന്ന, നിയമസഭയിൽ വിഷയം ഉന്നയിച്ചത് MLA അല്ല. നിയമസഭയിൽ വിഷയം ഉന്നയിച്ചത് ഭൂമി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് റവന്യൂ അധികാരികളെ പറഞ്ഞു വിട്ട് കുറ്റിയടിച്ച് ആ പ്രദേശത്ത് നിന്ന് ആകെ ആളുകളെ പുറത്താക്കിയതിന് ശേഷം ഒരു നയാ പൈസയുടെ നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ കാല് പിടിച്ചു, MLAയുടെ കാല് പിടിച്ചു, അവർ പരമാവധി പരാതികൾ കൊടുത്തു, എല്ലാം കൊടുത്തു. പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ MLAമാർ സജീവ് ജോസഫും സണ്ണി ജോസഫും ഒക്കെയാണ് നിയമസഭയിൽ ഈ വിഷയം പറഞ്ഞത്. ഇവിടുത്തെ MLA മിണ്ടിയിട്ടില്ല, ഭയമായിരുന്നു. കാരണം പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറയാൻ പല കാര്യങ്ങളും കഴിയാത്തത് കൊണ്ട് 100 കണക്കിന് കുടുംബങ്ങൾ അനാഥരായിരിക്കുന്നു, പ്രയാസത്തിലാണ്, രോഗബാധിതരായിരിക്കുന്നു. അവരുടെ പ്രശ്നപരിഹാരത്തിനായിരിക്കും നമ്മുടെ ആദ്യത്തെ ഇടപെടൽ. എന്തായാലും എല്ലാ വിജയാശംസകളും നേരുകയാണ്. തീർച്ചയായും. മട്ടന്നൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബിജുവാറിനാണ് നമ്മളിപ്പം സ്ഥാനാർത്ഥിക്കൊപ്പത്തിലുള്ളത്. ബിജുവാട്ട, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ? നല്ല പ്രചരണമാണ് മട്ടന്നൂർ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. NDAക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തി. ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണ്? അവർ ഈ ഭരണത്തിന് എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യത്തെക്കാണ് അവർ പറയുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിലെമ്പാടും LDF സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരമുണ്ട്. അത് കുറച്ചു കൂടുതൽ മട്ടന്നൂരിലുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിലെ ജനത ഒരു നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ LDFന് ഒരു ജനവിധി കൊടുത്തതാണ്. അപ്പോൾ അത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു ചിന്താഗതി മട്ടന്നൂരിലെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടും ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഈ മുന്നണിക്കെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തണം
അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളത് ആളുകൾ നേരിട്ട് വന്ന് പറയുന്ന ഒരു കാഴ്ച സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞങ്ങളോട് നേരിട്ട് വന്ന് പറയുകയാണ്. അത് അനുഭവിക്കുകയാണ് ഞങ്ങൾ. പൊതുപര്യടനം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്കാണ് എത്തുന്നത്. അപ്പോൾ നിലവിൽ കെ ശൈലജ സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നൽകിയിട്ടുള്ളത് ഏകദേശം 60,000-ന് മേലെയാണ്. അപ്പോൾ ആ ഒരു ഭൂരിപക്ഷത്തെ എങ്ങനെയാണ് മറികടക്കുന്നതിനെ കുറിച്ച്? അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നുള്ളത്. അന്ന് കൊറോണയുടെ ആ സാഹചര്യത്തിൽ കൊറോണ കഴിഞ്ഞതിന് ശേഷം നടന്നൊരു തെരഞ്ഞെടുപ്പാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. മന്ത്രി ചില പ്രചരണങ്ങൾ മന്ത്രിക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ മട്ടന്നൂരിലൊരു മുഖ്യമന്ത്രി, ഒരു വനിതാ മുഖ്യമന്ത്രി ഒക്കെ വരും കേരളത്തിൽ. അത് മട്ടന്നൂരിൽ നിന്നുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ വോട്ടർമാർക്ക് LDF കൊടുത്തിരുന്നു. എന്നാൽ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കാൻ പോയിട്ട് മന്ത്രി പോലും ആക്കിയിട്ടില്ല. ഇപ്പോൾ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ സീറ്റ് പോലും കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ്, രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഈ മണ്ഡലത്തിൽ മത്സരിക്കേണ്ട ആൾ ഇവിടെ നിന്ന് മാറി വേറൊരു മണ്ഡലത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ ഇതിനൊക്കെ ഒരു അമർഷമുണ്ട്. അത് ആ ഒരു ജനവിധിക്കെതിരായിട്ടുള്ള ഒരു ജനവിധിയാണ് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. നിങ്ങൾ ആയുർവേദ റിസർച്ച് സെന്ററിൽ പോയിട്ടുണ്ടോ? ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഗേറ്റ് പൂട്ടിയിട്ട് ആള് പോയതാ. ആ ഗേറ്റ് തുറക്കാൻ പോലും ആടെ ആളെ വെച്ചിട്ടില്ല. വേറെ ഉദ്ഘാടനം നടത്തി ഗേറ്റും പൂട്ടി MLA-യും മന്ത്രിയും എല്ലാം പോയി. അതിനുശേഷം പിന്നെ ആയുർവേദ റിസർച്ച്, അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് സെന്റർ എന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് സെന്റർ ഈ കണ്ണൂർ ജില്ലയിലെ ഡോക്ടർമാരെ കൊണ്ട് മാത്രം നടത്താൻ പറ്റുമോ? കേന്ദ്ര സർക്കാരുമായിട്ട് എന്തെങ്കിലും ടൈപ്പ് ഉണ്ടോ? അവരുമായിട്ട് ഏതെങ്കിലും ചികിത്സാ സംവിധാനം ഉണ്ടോ? അതിനു വേണ്ടിയിട്ട് ഇല്ല എന്തെങ്കിലും പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടോ? ഒന്നും. ഇതൊക്കെ പേര് എന്നല്ലാതെ ഇതൊക്കെ ഈ ഒരു രാഷ്ട്രീയ ഗിമ്മിക്ക് എന്നൊക്കെ പറയില്ലേ, യഥാർത്ഥത്തിൽ ആ രാഷ്ട്രീയ ഗിമ്മിക്കാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ ഇവിടെ ഒരു ചികിത്സാ കേന്ദ്രം, ആയുർവേദ മേഖലയിൽ ചികിത്സാ കേന്ദ്രം പഴശ്ശിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞു. എന്താണ് അവിടുത്തെ അവസ്ഥ? എത്ര രോഗികളുണ്ട് അവിടെ? കിടത്തി ചികിത്സയുണ്ടോ? അവിടെ ഒരു സംവിധാനമില്ല. ഉദ്ഘാടനം ശൈലജ ടീച്ചർ പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ച ധാരാളം പദ്ധതികൾ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ പ്രചരണം നടത്തിയത് എപ്പോ? ആ പ്രചരണം നടത്തിയത് എല്ലാം വെറും പൊള്ളയായ പ്രചരണങ്ങൾ മാത്രമാണ്. വികസനത്തിന്റെ കാര്യത്തിൽ യാഥാർത്ഥ്യമില്ല. നിങ്ങൾ ഈ ടൗണിന് അടുത്ത് നോക്കുക. എത്ര വർഷമായി ഈ ടൗൺ ഇങ്ങനെ? ഈ ബസ് സ്റ്റാൻഡ് നിങ്ങൾ നോക്കൂ. എയർപോർട്ട് സിറ്റിയാണിത്. ബസ് സ്റ്റാൻഡില് എത്ര ബസ് കയറാൻ പറ്റും? ഈ ഇവിടുന്ന് ഒരു വാഹനം തിരിച്ചാൽ, മട്ടന്നൂർ ടൗണിൽ നിന്ന് ഒരു വാഹനം തിരിച്ചാൽ പിന്നെ ഈ ടൗൺ മൊത്തം ബ്ലോക്കാണ്. BJP ഈ മണ്ഡലത്തിൽ വിജയിച്ചു വരികയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും BJP മുന്നോട്ട് വെക്കുന്ന പ്രധാന വികസനം? ഒന്ന്, നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ട്. ഈ എയർപോർട്ടിനെ യഥാർത്ഥ വികസനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടന്നു. ഇപ്പോൾ ഈ എയർപോർട്ടിന്റെ പ്രശ്നം എന്താ? കേന്ദ്ര സർക്കാരുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഭരണകൂടമില്ല. കേന്ദ്ര സർക്കാർ ടൈപ്പ് ആയിട്ടില്ലെങ്കിൽ ഇവിടെ കൂടുതൽ ഫ്ലൈറ്റ് വരുമോ? വിമാനങ്ങൾക്ക് അനുമതി വേണ്ട. എങ്ങനെയാണ്? നമുക്ക് വിദേശ രാജ്യങ്ങളിലെ ടൂറിസ്റ്റുകൾ ഇവിടെ വരണമെങ്കിൽ പോയിന്റ് ഓഫ് കോൾ എന്ന് പറയുന്നത് ഒരു കരാറാണ്. നമ്മൾ മറ്റു രാഷ്ട്രങ്ങളുമായിട്ട് ഇത്ര ടൂറിസ്റ്റുകളെ നിങ്ങളെ രാഷ്ട്രത്തേക്ക് അയച്ചു കഴിഞ്ഞാലാണ് അവിടുന്ന് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുമോ? വിദേശ നാണ്യം നമുക്ക് നേടിയെടുക്കണ്ടേ? അതിനനുസരിച്ച് വിദേശത്ത് നിന്ന് ഏതെങ്കിലും ഒരു ടൂറിസ്റ്റുകൾ ഇവിടെ വരുമോ? 5 സ്റ്റാർ ഫെസിലിറ്റി ഇല്ല, ഒരു ഹോട്ടൽ പോലും ഇവിടെ ഇല്ല. സർക്കാർ പണിയണമെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം സർക്കാർ മേഖലയിൽ വേണമെന്നില്ല. പക്ഷേ 5 സ്റ്റാർ ഫെസിലിറ്റി ഇല്ല, ഹോട്ടലുകൾ പണിയാനുള്ള അല്ലെങ്കിൽ ഇവിടെ റൺ ചെയ്ത് കൊണ്ടുപോകാൻ താല്പര്യമുള്ള ധാരാളം ആളുകളുണ്ട്. അവരെ കണ്ടെത്തി ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ ഹോട്ടലുകൾ പണിയാനും റൺ ചെയ്യിപ്പിക്കാനുള്ള ഒരു സംവിധാനവും ഒരു ആസൂത്രണ ശ്രമവും ഇല്ല. അതിന് പേരിലാണ് ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ വരാതെ. ടൂറിസ്റ്റുകളെ നമുക്ക് ഇവിടെ വരുത്തണം. ഇവിടുത്തെ റോഡുകൾ, ഈ റോഡൊന്നും പോരാ. 4 വരി പാത, കൊടകെന്ന് വരുന്ന ആളുകൾക്കുള്ള നല്ല പാത വേണം. തലശ്ശേരി കോഴിക്കോട് മേഖലയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നല്ല പാത വേണം. കാസർഗോഡ് നിന്ന് വരുന്നവർക്ക് നല്ല പാത വേണം.
വയനാട്ടിൽ നിന്ന് വരുന്നവർക്ക് 4 ഭാഗവും മട്ടന്നൂർ എയർപോർട്ടിന്റെ 4 ഭാഗവും നല്ല പാതകൾ വേണം. അത് നിർമ്മിക്കണം. ഞാൻ ജയിച്ചു വന്നാൽ ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് അതിനായിരിക്കും. പഴശ്ശിരാജക്ക് മട്ടന്നൂരിൽ നല്ല ഉചിതമായ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കൊണ്ടുവന്നിട്ട് പഴശ്ശിരാജക്ക് ഉചിതമായ സ്മാരകം പണിയും. മട്ടന്നൂരിലെ കുടിവെള്ള പ്രശ്നം ഇപ്പോൾ ഏപ്രിൽ മെയ് മാസം ആകുമ്പോൾ കുടിവെള്ള പ്രശ്നമുള്ള ഒരു ടൗണാണിത്, അല്ലെങ്കിൽ നാടാണിത്. അവിടെ കുടിവെള്ള പ്രശ്നം നമുക്ക് പരിഹരിക്കണം. ഇവിടെ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ പെടുത്തി വീടില്ലാത്ത ആളുകൾക്കെല്ലാം വീട് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ എല്ലാ കർഷകരെയും, അർഹരായിട്ടുള്ള കർഷകർക്ക് എല്ലാവർക്കും അവരെ എല്ലാവരെയും നമ്മുടെ കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെടുത്തണം. എല്ലാവർക്കും ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സിക്കാനുള്ള സംവിധാനത്തിൽ അവരെ എന്ത് ചെയ്യണം, ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ പെടുത്തണം. എല്ലാ ആളുകളെയും പാവപ്പെട്ട മുഴുവൻ ആളുകളെയും ആയുഷ്മാൻ പദ്ധതിയിൽ പെടുത്തി 5 ലക്ഷത്തിന്റെ കവറേജ് എല്ലാ വിഭാഗം ആളുകൾക്കും കൊടുക്കണം. അതിന് ഞാൻ ജയിച്ചു വന്നാൽ ഞാൻ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കും. ഇതൊക്കെയാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. എന്നാലും പരസ്യ പ്രചാരണം അവസാനിക്കാൻ പോവുകയാണ്. എല്ലാ വിജയാശംസകളും നേരുന്നു. സെറ്റായിട്ട് വരാം. താങ്ക് യു. മട്ടന്നൂർ മണ്ഡലം കൈവിടില്ലെന്നും ജയിച്ചു കയറാനാകുമെന്നുമാണ് ഇടത് സ്ഥാനാർത്ഥി വി കെ സനോജ് പറയുന്നത്. എന്നാൽ ഇത്തവണ 60,000-ന്റെ ഭൂരിപക്ഷമൊന്നും മട്ടന്നൂരിൽ ഉണ്ടാകില്ല, മട്ടന്നൂർ മണ്ഡലം പിടിച്ചെടുക്കുമെന്നാണ് UDF സ്ഥാനാർത്ഥി ചന്ദ്രൻ തില്ലങ്കേരിയും പറഞ്ഞത്. എന്നാൽ ഈ 2 മുന്നണികളെയും ഇത്തവണ മാറ്റി നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനങ്ങൾ കാട്ടിക്കൊണ്ട് മട്ടന്നൂർ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. ഏതായാലും മത്സരഫലം വരെ കാത്തിരിക്കാം.